ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഞാൻ സ്നേഹിക്കുന്ന പ്രിയ സണ്ണി സാറിൻ്റെ വാത്സല്യ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കെ സി ജോൺസൺ സാറ്, ടിങ്കിൾ സാറ്, ഇവിടെ സഭയിലുള്ള സഹോദരന്മാരും സഹോദരിമാരും, ബൈബിൾ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും, നമുക്കെല്ലാവർക്കും ഇങ്ങനെ വൈകുന്നേര സമയം ഈ വാത്സല്യ കുടുംബത്തോടുള്ള ബന്ധത്തിലുള്ള കൂട്ടേജ് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം സാവകാശം നൽകി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഞാൻ ഈ ഇവിടെയുള്ള സഭാ ഹാളിൽ ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയ വാത്സല്യ കുടുംബത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളിങ്ങോട്ട് കാറിൽ വരുന്ന സമയത്ത് ഒന്ന് രണ്ട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചു, സാറേ ഇത് കോട്ടേജ് മീറ്റിംഗ് അല്ലേ, എന്തുകൊണ്ടാണ് ഇത് സഭയിൽ വെക്കുന്നത് എന്ന് അവർക്കൊരു സംശയമുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഈ BBA സ്റ്റുഡൻസിനെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുവാനായിട്ടാണ് സണ്ണി സാർ ഇങ്ങനെ സഭയിൽ ഇത് ക്രമീകരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിശാലമായിരിക്കുന്ന മനസ്സ് സാറിന് ഉണ്ടായി. അത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, വിശേഷാൽ നന്ദി അറിയിക്കുന്നു. കോട്ടേജ് മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് 2 ശമൂവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 2 ശമൂവേൽ 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 2 Samuel chapter 6 verse number 10 to 12. 2 Samuel chapter 6 verse number 10, 11 and 12. യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദ്ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ്ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്ഏദോമിനെയും അവന്റെ കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ്ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ടു. ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. താങ്ക് യു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ഒരു കുടുംബയോഗമായതുകൊണ്ടാണ് ഞാൻ ഒരു കുടുംബത്തെ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്താൽ ആദരിക്കപ്പെട്ട ഒരു കുടുംബത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എ ഗോഡ് ഹോണേഡ് ഫാമിലി. ആ കുടുംബം എന്ന് പറയുന്നത് ഓബേദ്ഏദോമിൻ്റെ കുടുംബമാണ്. അത് നമുക്കവിടെ 6-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കുടുംബത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ദൈവം ഓബേദ്ഏദോമിൻ്റെ കുടുംബത്തെ ആദരിച്ചു എന്നുള്ളതും. 2, എങ്ങനെ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വളരെ വേഗത്തിൽ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ദൈവം ആ കുടുംബത്തെ ആദരിച്ചു? Why did God honor the family of Obed-Edom? അതിൻ്റെ ഒന്നാമത്തെ കാരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ പശ്ചാത്തലം നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയുടെ നിയമപെട്ടകം ദാവീദ് കൊണ്ടുവരുന്നതാണ്. അത് വേറൊരു ഭവനത്തിലായിരുന്നു. ആ ഭവനത്തിൽ നിന്നും യഹോവയുടെ അബീനാദാമിൻ്റെ വീട്ടിൽ നിന്നും യഹോവയുടെ പെട്ടകം ദാവീദ് കൊണ്ടുവരുന്ന പശ്ചാത്തലമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ദൈവം ആ കുടുംബത്തെ, ഓബേദ്ഏദോമിൻ്റെ കുടുംബത്തെ ആദരിച്ചു എന്നുള്ളതിൻ്റെ പ്രധാന കാരണം അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവിക ഉദ്ദേശത്തിനായിട്ട് അവരുടെ ജീവിതം അപായപ്പെടുത്തിയത് കൊണ്ട് ദൈവം ആ കുടുംബത്തെ ആദരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. They took risk. Their life. In their life they took risk for the purpose of God.
ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനു വേണ്ടി അവരുടെ ജീവിതം തന്നെ അപായപ്പെടുത്തിയത് കൊണ്ട് ദൈവം അവരെ ആദരിച്ചു എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആറാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 6, 7, 8, 9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യഹോവയുടെ പെട്ടകം വളരെ വിശുദ്ധിയുള്ളതാണ്. അത് വിശുദ്ധമായിരിക്കുന്ന പെട്ടകമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പെട്ടകം കൊണ്ടുപോകുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് പാലിക്കേണ്ട ചില ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അതവർ പാലിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനോടുകൂടി ഉള്ളത് കൊണ്ടാണ്. അത് വിശുദ്ധിയുള്ളതാണ്. നമുക്കറിയാം, അവിടെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, അവിടെ ഒരു വീഴ്ച സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ പെട്ടകത്തെ കൊണ്ടുവരുമ്പോൾ ആ പെട്ടകം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉസ്സ അതിന് കൈ പിടിച്ചപ്പോൾ, ആ പെട്ടകത്തെ താങ്ങിയപ്പോൾ, വീഴാതെ അത് താങ്ങിയപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ മേൽ പതിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഉസ്സ കൈ നീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിന്റെ 7-ാമത്തെ വാക്യം അവസാനം വായിക്കുന്നുണ്ട്, അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 8-ാമത്തെ വാക്യം നാം വായിക്കുന്നു, യഹോവ ഉസ്സായെ ഛേദിച്ച ഛേദനിമിത്തം ദാവീദിന് വ്യസനമായി. 9-ാമത്തെ വാക്യം ആരംഭം വായിക്കുന്നുണ്ട്, അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. മറ്റൊരു ട്രാൻസ്ലേഷനിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, ദാവീദ് വിറച്ചുപോയി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവര് യഹോവയുടെ പെട്ടകമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ദാവീദ് വളരെ ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത് യഹോവയുടെ പെട്ടകമാണ്. അത് ഉസ്സ കൈപിടിച്ചത് കൊണ്ട് ഉസ്സ മരിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദാവീദിന് തന്നെ വളരെ പേടിയാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആർക്കും മനസ്സില്ല. എല്ലാവരും വളരെ ഭയത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്. യഹോവയുടെ പെട്ടകം ഇനി എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ദാവീദിന്റെ മുമ്പിലും താൻ വളരെ ഭയപ്പെട്ടു പോയി, തനിക്ക് മനസ്സില്ലാതെ വന്നു. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. എന്നാൽ ആ സമയത്താണ് ഓബേദ്-ഏദോം വളരെ റിസ്ക് തൻ്റെ ജീവിതത്തിൽ എടുക്കുന്നത്. കുടുംബമായിട്ട് അവരൊരു റിസ്ക്, ദൈവത്തിൻ്റെ ആ ഉദ്ദേശത്തിന് വേണ്ടി അവരുടെ ജീവിതം തന്നെ അപായപ്പെടുത്തുവാനായിട്ട് തുനിയുന്ന ഒരു കുടുംബത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അവരുടെ ജീവിതം അവരൊരു സമർപ്പണം അവർ സമർപ്പിച്ചു എന്നുള്ളത് ഒന്നാമതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം അവരെ ആദരിച്ചത്. രണ്ടാമത് ഞാൻ വളരെ വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. 2, ദൈവിക വിശുദ്ധിക്ക് അവർ പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. ദൈവിക വിശുദ്ധിക്ക് അവർ പ്രാധാന്യം നൽകി. They gave priority to God's holiness. ദൈവം പരിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധിക്ക് ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. ഒരു വ്യത്യാസവുമില്ലാത്ത, എന്നേക്കും നിലനിൽക്കുന്ന, ഒരിക്കലും മാറാത്ത ദൈവത്തിന്റെ ആ വിശുദ്ധി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, മറ്റുള്ളവർ അത് വളരെ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുസരിച്ച് ദൈവിക പ്രമാണങ്ങളെ നാം ആചരിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള വിശുദ്ധി എന്ന് പറയുന്നത്. നമുക്കറിയാം, പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ബി ഹോളി ഫോർ ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നാണ് തിരുവചനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഓബേദ്-ഏദോമിന്റെ കുടുംബത്തിൽ നോക്കുമ്പോൾ അവരൊരു വിശുദ്ധ ജീവിതം നയിച്ചു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഈ യഹോവയുടെ പെട്ടകം വിശുദ്ധമായിരിക്കുന്ന പെട്ടകമാണ്. ആ പെട്ടകം വെക്കുവാനായിട്ട് ഈ കുടുംബം അതിനായിട്ട് ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിച്ചതുകൊണ്ട് യഹോവയുടെ പെട്ടകം ആ ഭവനത്തിൽ വെക്കുവാനായിട്ട്, ഭവനം തുറന്നു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമുക്കത് താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് സമയമില്ല, വായിക്കുവാനായിട്ട് സമയമില്ല. വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ്. വ്യക്തിപരമായിട്ട് കുടുംബജീവിതത്തിൽ എല്ലാ മേഖലയിലും ദൈവിക വിശുദ്ധി നാം പ്രമാണിക്കേണ്ടവരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്.
പലപ്പോഴും നാം മറ്റുള്ളവരുടെ സ്വഭാവം നോക്കിക്കൊണ്ട് നമ്മുടെ ആ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തുന്നു. എന്നാൽ വിശുദ്ധി എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് അത് പ്രമാണിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള വിശുദ്ധി എന്ന് പറയുന്നത്. അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കണം. ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കണം. ഇനി രണ്ടാമതായിട്ട് എങ്ങനെയാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത് എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. എങ്ങനെ ദൈവം അവരെ അനുഗ്രഹിച്ചു? ഹൗ ഡിഡ് ഗോഡ് ഓണർ ദം? ഒന്നാമതായിട്ട് അവിടെ കാണുന്നുണ്ട്, ദൈവം അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി. ദി എക്സ്പീരിയൻസ്ഡ് ദി പ്രൊവിഷൻ ഓഫ് ഗാഡ്. യഹോവയുടെ പെട്ടകം അവരുടെ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവിക ആവശ്യങ്ങളെ ദൈവം അവർക്ക് വേണ്ടി നിറവേറ്റി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ കരുതൽ അവർ ധാരാളം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 11-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്, യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്-ഏദോമിനെയും അവന്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മുഴുവനും ഒക്കെയും അനുഗ്രഹിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരുതൽ അവരോടുകൂടെ ഉണ്ടായിരുന്നു. They experienced the provision of God. 2, ദൈവം അവരെ സംരക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. They experienced the protection of God. ദൈവത്തിന്റെ സംരക്ഷണം അവരുടെ ഭവനത്തിലുണ്ടായിരുന്നു. അതിന്റെ കാരണം യഹോവയുടെ പെട്ടകമാണ് ആ ഭവനത്തിൽ ആയിരിക്കുന്നത്. യഹോവയുടെ പെട്ടകം വെക്കുവാനായിട്ട് ഭവനം തുറന്നു കൊടുത്തത് കൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണം അവർ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഇന്നലെ ഞങ്ങളുടെ BB-യിലായിരിക്കുന്ന ജെയിംസ് സാറിനെയും ഫാമിലിയും റെയിൽവേ സ്റ്റേഷനിൽ വിടാനായിട്ട് ഞാൻ ചെങ്ങന്നൂരിലേക്ക് പോയി. പോകുന്ന സമയത്ത് ഞങ്ങൾ ആറന്മുള എത്തിയപ്പോൾ അവിടെ റോഡെല്ലാം ബ്ലോക്ക് ചെയ്തു. അതിൻ്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കേന്ദ്രമന്ത്രി വന്നു, ഏതൊരു മീറ്റിങ്ങിന് പങ്കെടുക്കുവാനായിട്ട് കേന്ദ്രമന്ത്രി വന്നു. അതുകൊണ്ട് റോഡെല്ലാം ബ്ലോക്ക് ചെയ്തു. ഏത് വഴിയും പോകുവാനായിട്ട് അനുവാദമില്ല. പോലീസുകാരെല്ലാം അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഞാൻ SP-യോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങളെ വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങൾ നോക്കുമ്പോൾ എല്ലായിടത്തും കനത്ത സുരക്ഷയാണ്. കേന്ദ്രമന്ത്രിയാണ്, പോലീസുകാരെല്ലാം നിൽക്കുകയാണ്. ഒരു രീതിയിലും കടന്നു പോകുവാനായിട്ടുള്ള അനുവാദമില്ല. കേന്ദ്രമന്ത്രിക്ക് വളരെയധികം പ്രൊട്ടക്ഷൻ അവിടെ പോലീസ് ഒരുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഇന്ന് ഈ വേദഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്ന് പറയുന്നത്, കേന്ദ്രമന്ത്രിക്ക് അത്രമാത്രം ഒരു സംരക്ഷണം പോലീസുകാർ ഒരുക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യഹോവയുടെ പെട്ടകം ഓബേദ്-ഏദോമിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ എത്രമാത്രം സംരക്ഷണമായിരിക്കും ആ കുടുംബം അനുഭവിച്ചത്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആ സംരക്ഷണം ആ കുടുംബം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 3, ദൈവിക സാന്നിധ്യം ആ കുടുംബത്തോടു കൂടെ ഉണ്ടായിരുന്നു. They experienced the presence of God. പെട്ടകം അവരുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുതലും എല്ലാം ആ കുടുംബം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ നാം വായിക്കുന്നുണ്ട്, 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഓബേദ്-ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സകലത്തെയും അനുഗ്രഹിച്ചു. 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഓബേദ്-ഏദോമിന്റെയും അവന്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഓബേദ്-ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം ആദരിച്ച കുടുംബം അവർ ദൈവത്തെ ആദരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തെ ആദരിക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവം ആദരിക്കും. അതിനുള്ള ഒരു മാതൃക, ഉദാഹരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവിക ഉദ്ദേശത്തിനായിട്ട് അവരുടെ ജീവിതം അവർ അപായപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ആ വിശുദ്ധിക്ക് വേണ്ടി, ദൈവിക വിശുദ്ധിക്ക് അതിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. യഹോവയുടെ പെട്ടകത്തിന് വേണ്ടി അത്രമാത്രം സൗകര്യം അവർ ഒരുക്കി കൊടുത്തത് കൊണ്ട്, ദൈവത്തെ ആ രീതിയിൽ ആദരിച്ചത് കൊണ്ട് അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, 11-ാമത്തെ വാക്യം, ഓബേദ്-ഏദോമിനെയും അവന്റെ കുടുംബത്തെയും ഒക്കെയും അനുഗ്രഹിച്ചു, അവനുള്ള സകലത്തെയും അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.
അവനെയുള്ള സകലത്തെയും അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള ഈ ഒരു കുടുംബം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറി എന്നുള്ളത് 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 26 അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 26 അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അവിടെ അതിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് ഈ കുടുംബം മാറി എന്നുള്ളത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ ദൈവാലയത്തെ സൂക്ഷിക്കുന്നവരായിട്ട് മാറി. ദൈവം അവരെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ആ ദൈവാലയത്തെ സൂക്ഷിക്കുന്നവരായിട്ട് മാറ്റുവാൻ ഇടയായി തീർന്നു. അവിടെ നാം വായിക്കുന്നുണ്ട്, ശുശ്രൂഷയ്ക്ക് ഓബേദ്-ഏദോമിന്റെ കുടുംബം അതിപ്രാപ്തരായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അതൊരു ശ്രേഷ്ഠകരമായിരിക്കുന്ന പദവിയാണ്, വലിയ ഉത്തരവാദിത്വമാണ്. എങ്ങനെ അവർക്കത് ലഭിച്ചു? ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തിന് വേണ്ടി അവർ അങ്ങനെ ഒരു ഭവനം, ദൈവീക ഉദ്ദേശത്തിന് വേണ്ടി, ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവിക വിശുദ്ധിക്ക് വേണ്ടി അവർ അത് അവരുടെ കുടുംബം ഒരുക്കിയത് കൊണ്ട് അനുഗ്രഹം ഉണ്ടാവാനായിട്ട് ഇടയായി തീർന്നു. നല്ലൊരു സാക്ഷ്യമാണ്. ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തരായിരുന്നു. പ്രിയ സണ്ണി സാറിന്റെ ഈ വാത്സല്യ കുടുംബത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ചെയ്യുവാനായിട്ട് ദൈവം കൃപ നൽകുന്നു. ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ ഉത്തരവാദിത്വമുണ്ട്, അതെല്ലാം നിറവേറ്റുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. അവർ ഈ ഒരു സഭയ്ക്കും മറ്റുള്ളവർക്കും എല്ലാം അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട് ദൈവം അവരെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവം ആദരിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട്, ദൈവത്തെ ആദരിച്ച് ദൈവിക ഉദ്ദേശത്തിനായിട്ട് ജീവിതം സമർപ്പിച്ച് ദൈവിക ആ വിശുദ്ധിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവിക കരുതൽ അനുഭവിച്ച് ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാണ്.